അപ്പോൾ പെരുന്നാളൊക്കെയല്ലേ വരണേ, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ. വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരാഴ്ച ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ബ്രെഡ് ഇതുപോലെ പോക്കറ്റാക്കി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്കൊരു ഫില്ലിങ് വെച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ഫില്ലിങ്ങാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. ഡൈനാമിക് സോസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നത്. ആദ്യം തന്നെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വേണം ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ ചെറിയ പീസിലാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ മെയിനായിട്ടുള്ള ഡൈനാമിക് സോസ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് സോസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുമില്ല, നേരെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പോക്കറ്റിലേക്ക് നിറച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എത്ര കഴിച്ചാലും മടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ റൈറ്റാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ താഴെ കാണുന്ന പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുക എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ല കേട്ടോ.